2026 ജൂലൈ 18 നടക്കാൻ പോകുന്ന 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കറന്റ് അഫയേഴ്സ് സെക്ഷനാണ് ഇന്നത്തെ ക്ലാസ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് എതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഷാജി എൻ കരുൺ. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? സഞ്ജു സാംസൺ. തബൂമയുടെ അച്ഛൻ എന്ന നോവലിനെയും അതിന്റെ രചയിതാവിനെയും കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 2, 3 എന്നിവ ശരിയാണ്. 2024 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് 2025 അഭിമാനകരമായ വയലാർ അവാർഡ് ലഭിച്ചു. മലയാളത്തിലെ പ്രമുഖ ഉത്തരാധുനിക എഴുത്തുകാരനായ ഇ. സന്തോഷ് കുമാർ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയായ അന്ധകാരനാഴി ഉൾപ്പെടെ നിരവധി നോവലുകൾ രചിച്ചിട്ടുണ്ട്. ഇ. സന്തോഷ് കുമാർ എഴുതിയ ഈ നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥിയായി ഗോപാൽ ബറുവയെ ചിത്രീകരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥിയല്ല ഈ കഥാപാത്രം, ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥിയാണ്. അതിനാൽ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ലിയോ 14 ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? വിജയകിഷോർ രേത്കർ. 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പിലാക്കിയത്? കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി ADS. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറിയായി നിയമിച്ചത് ആരെയാണ്? പീയൂഷ് ഗോയൽ. 2026 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ഇറ്റലി, മിലാനോ കോർട്ടീന. 2026 ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണി. 16ാം ധനകാര്യ കമ്മീഷനെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. അരവിന്ദ് പനഗരിയാണ് ചെയർമാൻ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരം കമ്മീഷൻ രൂപീകരിച്ചു. 2 പ്രസ്താവനയും ശരിയാണ്. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ദീപാവലി. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം തന്തപ്പേര്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാതീർത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ 100 രൂപയുടെ സ്മരണിക നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹസങ്കരം ഉപയോഗിച്ചാണ്? നിക്കൽ സിൽവർ. COP30 ചർച്ചയിൽ ലോസ് ആൻഡ് ഡാമേജ് LND എന്ന ആശയം എന്തിനെ സൂചിപ്പിക്കുന്നു? കാലാവസ്ഥാ മാറ്റം മൂലമുള്ള നഷ്ടം. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപ്പാലമാണ്. കൂടാതെ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഔദ്യോഗികമായി നാമകരണം ചെയ്തിരിക്കുന്നത്. ഇത് മുംബൈയിലെ സേവരിയെ നവി മുംബൈയിലെ നവശേവയുമായി ബന്ധിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏത് നദിക്ക് മുകളിലാണ്? ചെനാബ്. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? 2025. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്താദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? K. സോമപ്രസാദ്. അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? ഇന്ത്യ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6 ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. നീളം 2.07 കിലോമീറ്റർ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 2025 ഏപ്രിൽ മാസം
പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആര്? നരേന്ദ്രമോദി. കാർബൺ ന്യൂട്രൽ കൃഷിരീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ്? ഉസ്മാൻ ഡെംബലെ. ലോകത്തിലെ ഏറ്റവും വലിയ ത്രിവർണ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യയുടെ ത്രിവർണ പതാക സ്ഥാപിച്ചത് എവിടെ? ആൻഡമാൻ നിക്കോബാർ. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദിയ ബിനു പുളിക്കക്കണ്ടം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളം നേടിയത് അഖിൽ പി ധർമ്മജൻ. 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ജസ്റ്റിസ് BR ഗവായ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി 2023 ഓഗസ്റ്റ് 23. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗ. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കുവാനുള്ള പദ്ധതിയായ അംഗൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം വട്ടിയൂർക്കാവ്. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ. താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്? EOS-09. ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ. ഓപ്ഷൻ ബി 3, 4. വിശിഷ്ട അതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷമായിരുന്നു. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? സൊമാലിയ. ഇന്നത്തെ ഡെയിലി സെക്ഷനിൽ ഇത്രയും ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയത്. 2023, 24, 25, 26 വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഇതിലുണ്ട്. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മാതൃകാ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ കറന്റ് അഫെയർ ഏതെല്ലാം ഭാഗത്തു നിന്നാണ് ചോദിക്കുക എന്നും നിങ്ങൾക്ക് ഈ സെക്ഷനിലൂടെ മനസ്സിലായി കാണും. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, ഏത് സെക്ഷനിലാണ്, ഏത് പാർട്ടിലാണ് നിങ്ങൾ വീക്ക് എന്ന് സ്വയം വിലയിരുത്തുക. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി എക്സാമിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് പലപ്പോഴും അനാവശ്യമായി ഓപ്ഷനുകൾ പോലും വായിക്കാതെ നേരിട്ട് ഉത്തരത്തിലേക്ക് കടക്കുന്നത്. ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും SCERT, ന്യൂ SCERT സെക്ഷനുകളും നമ്മളുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഡെയിലി പ്രാക്ടീസ് സെക്ഷൻ, മോക്ക് ടെസ്റ്റുകൾ എന്നിവയും ചാനലിൽ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റിലൂടെ മാത്രമേ നമുക്ക് ഏതെല്ലാം പാർട്ടിലാണ് നമ്മൾ വീക്ക് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. എത്രത്തോളം സമയം നമ്മൾ പഠിക്കുന്നു, റിവൈസ് ചെയ്യുന്നു എന്നതിലുപരി എത്രത്തോളം നമ്മളത് മനസ്സിലാക്കുന്നു എന്നതാണ് റാങ്കിലേക്ക് എത്തിക്കുന്നത്. ഈ സെക്ഷനിൽ തന്നെ ഞാൻ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അറിയുമോ, ആ പാർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് തീർച്ചയായും വിലയിരുത്തണം. ഇല്ലെങ്കിൽ അന്ന് തന്നെ ആ പാർട്ട് നോട്ട് ചെയ്ത് സ്വന്തമായി റെഫർ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. നല്ല റാങ്കിലേക്ക് എത്തിക്കാൻ നമ്മൾ നിങ്ങൾക്ക് നൽകുന്ന സൗജന്യമായ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ചാനലിലെ ക്ലാസ്സുകൾ മാത്രം മതി നിങ്ങൾക്ക് 10th പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അതിനാൽ എല്ലാ ക്ലാസ്സും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.